ഇന്ന് കർക്കിടകം ഒന്നാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാമായണ മാസ ആശംസയും പുണ്യമാസ സമൃദ്ധിയും നേർന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റ്. കോർപ്പറേറ്റുകൾക്ക് ഇന്നും സാധാരണക്കാർക്ക് നാളെയുമാണെന്ന് കമന്റിൽ പരിഹാസം. കർക്കിടകം നാളെയാണെന്ന കമന്റുകൾ നിറഞ്ഞതോടെ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് മുക്കി. പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, മലയാളം അറിയില്ല എന്ന ട്രോളുകൾ ഉണ്ടായിരുന്നു. ഇനി മലയാള മാസം കൂടി അറിയില്ല എന്ന പരിഹാസം കൂടി കേൾക്കേണ്ടി വരും പുതിയ സംസ്ഥാന അധ്യക്ഷൻ. ആര്യ, ഇന്ന് മിഥുനം 32ആണ്. പക്ഷേ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് രാമായണ മാസത്തിന് ആരംഭം കുറിച്ചു. ഇന്ന് കർക്കിടകം 1 എന്നാണ്. രാമായണത്തിൻ്റെ പുണ്യം നുകർന്ന് പ്രാർത്ഥനയും പാരായണവുമായി ഈ ഒരു മാസം എന്ന പോസ്റ്റാണ് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത്. ഒപ്പം രാമായണ മാസ ആശംസകളും നേർന്നു. ഇതിനടിയിൽ ഈ പോസ്റ്റിൻ്റെ താഴെ കമൻ്റ് ഇട്ടവർ കോർപ്പറേറ്റർക്ക് ഇന്നാണ് മലയാളികൾക്ക് നാളെയാണ്, ഇന്നല്ല കർക്കിടകം 1 എന്ന നിരവധി പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ അബദ്ധം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേജിൽ നിന്ന് നീക്കുകയും ചെയ്തു. ഇത് തെറ്റായി പോസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്യുന്ന ബാംഗ്ലൂരിൽ നിന്നുള്ള ടീമിന് പറ്റിയ പിഴവാണ് എന്ന വിശദീകരണമാണ് ബി.ജെ.പി. ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ വിശദീകരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക PR കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന PR ടീം അത് ഒഴിവാക്കി വിട്ട് സംസ്ഥാന ബി.ജെ.പി. നേതൃത്വവുമായി ബന്ധപ്പെട്ട ടീമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിൽ പാർട്ടിയുടെ ഔദ്യോഗികമായ വിശദീകരണം ഇത് അദ്ദേഹത്തിൻ്റെ പേജ് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ പിഴവ് എന്നതാണ്. ഏതായാലും അത് വലിയൊരു പിഴവായിപ്പോയി. തീർച്ചയായും അതൊരു വലിയ പിഴവായി പോയി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. സാധാരണയായി പൊതുപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ പഴയ കേന്ദ്രമന്ത്രിയാണെന്ന് മാത്രമല്ല കേരളത്തിന്റെ പുതിയ അധ്യക്ഷനാണ്. കേരളത്തിന്റെ ചുമതല 2026 കേരളം പിടിക്കുമെന്ന് മോദി പറഞ്ഞു പോയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ മലയാളം അറിയില്ല എന്ന ട്രോളുകൾ നിരവധി തവണ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മലയാളം പഠിക്കും, നിങ്ങളോട് സംസാരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. അപ്പോഴാണ് മലയാള മാസം പോലും തെറ്റായി ഇപ്പോൾ പറഞ്ഞ് ട്രോളുകൾക്ക് വീണ്ടും ഭാഗമാകേണ്ടി വരുന്നത് രാജീവ് ചന്ദ്രശേഖർ.